നടക്കുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേഷനും കൂടി കളക്ടർ നൽകുന്നത്. അത് SDRF NDRF സംഘാംഗങ്ങൾ കൂടി ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ്. അതിന് മിഷന് നേതൃത്വം നൽകുന്നത്, നേതൃപരമായി പങ്കുവഹിക്കുന്നത് SP ആയിരിക്കും. SP നാരായണയായിരിക്കും ഈ ഒരു റെസ്ക്യൂ മിഷൻ്റെ നേതൃത്വം നൽകുക എന്നുള്ളത് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സജീവമായിക്കൊണ്ടുള്ള ഒരു മിഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ അല്പം മുൻപ് പോലും സംസാരിക്കുമ്പോൾ ഒരു ഏകോപനമില്ലായ്മയുടെ കാര്യം ഉൾപ്പെടെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു ടീം വർക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മേജർ ഇന്ദ്രവാലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈബോർഡ് സിസ്റ്റം, ഡ്രോൺ സിസ്റ്റം ഒക്കെ എത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തെ എന്തായാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ടിക്കറ്റ് ഉൾപ്പെടെ നൽകി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെയോടുകൂടിയായിരിക്കും അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്തുക എന്നുകൂടിയുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈശ്വർ മൽപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാര്യത്തിൽ DC വളരെ ഒരു കൃത്യത വരുത്തുന്നുണ്ട്. അവർ പറയുന്നത് ഒരു പാരലലി ഒരു ഡൈവിംഗ് സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രഡ്ജിങ് നടക്കുന്ന സമയത്ത് അത് സാധ്യമല്ല. അത് വലിയ തരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു നീക്കം എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് ഈ ഒരു മിഷന് നേതൃത്വം നൽകുന്ന ആളെന്നുള്ള നിലയിൽ SP ആയിരിക്കും. സ്വാഭാവികമായും ആ റെസ്ക്യൂ മിഷൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ആളെന്നുള്ള നിലയിലുള്ള ഒരു ആലോചന മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ കാർവാർ MLA-യും ഈ ഒരു ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി മംഗളവൈദ്യ, ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിരൂർ ദൗത്യത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകും എന്നീ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. കാരണം നാളെ നടക്കുന്ന ദൗത്യം SDRF NDRF സംഘാംഗങ്ങൾ ഒന്നടങ്കം ചേർന്നുകൊണ്ടുള്ള ഒരു ദൗത്യം എന്നുള്ള നിലയിലേക്ക് മാറുകയാണെങ്കിൽ അതിൽ നിന്നൊരു റിസൾട്ട് എന്ന അർത്ഥത്തിലേക്ക് പ്രതീക്ഷ ഈ ഒരു ഘട്ടത്തിലും വെച്ച് പുലർത്താം എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴായി പ്രതീക്ഷ മങ്ങിയിട്ടുള്ള ദൗത്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ ചില ഹിൻഡുകൾ വരുന്ന സമയത്ത് മാത്രം നമുക്ക് അതിലേക്ക് ആ പ്രതീക്ഷയിലേക്ക് വീണ്ടും തിരികെ പോകേണ്ടി വരികയാണ്. അങ്ങനെ 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ലോഹപ്പാട്ടുകൾ ഉണ്ട് എന്നുള്ളത് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയതാണ്. അതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ ഏത് എന്നുള്ളത് മാർക്ക് ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും നാളെ സ്വാഭാവികമായും കടക്കുക. അതിനുശേഷം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രഡ്ജിങ് എന്നുള്ളതിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ആ കുടുംബത്തിന് അല്പം ആശ്വാസമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കഴിയുമെന്ന് കൂടി കരുതേണ്ടി വരും. നേരത്തെ അർജുൻ്റെ സഹോദരി അഞ്ജു ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ മേജർ ഇന്ദ്രപാലിൻ്റെ സഹായം തേടിയത് എന്നുള്ളത് കൂടിയാണ് കാർവാർ MLA നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, മടങ്ങിയെത്താം. ഷിരൂരിൽ തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ വേലിയിറക്കം വന്നു കഴിഞ്ഞാൽ ഉടൻ തിരച്ചിലേക്ക് വീണ്ടും കടക്കുമെന്നുള്ളതാണ് കാർവാർ MLA-യുടെ